ഈ ഒരു ചാരുബെഞ്ചിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് തേക്കിൻ്റെ കളർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, സാധാരണ ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ചാരുബെഞ്ച് വളരെ അപൂർവമാണ്. പഴയ വീടുകളിലാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ചാരുബെഞ്ച് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് വെള്ളമോ വെയിലോ മഴയോ ഒന്നും അങ്ങനെ തട്ടുന്ന ഒരു സ്ഥലമല്ല, കാരണം ഫുള്ളായിട്ട് ഷീറ്റ് ഇട്ടിട്ടുള്ളൊരു വീടിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഒരു വുഡിൻ്റെ ഡിസൈൻ കൊടുക്കാനുള്ള രീതി തന്നെയാണ്. ചില വീടുകൾക്ക് ഇതിൽ ടൈൽസോ ഗ്രാനൈറ്റോ മാർബിളൊക്കെ ഒട്ടിച്ചിട്ടുള്ള സംഭവങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രഷ് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് സ്പ്രേ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി വരച്ചതിൻ്റെ മുകളിൽ ഇതിന് ക്ലിയർ അടിക്കാനും ബാക്കിയുണ്ട്. പിന്നെ ഈ ഫില്ലറിനൊക്കെ കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് മാറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സോപാനവും തറയും തൂണും ഒക്കെ മറ്റ് കരിങ്കല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചാരുബെഞ്ചിൽ നമ്മൾ ടീക്ക് സ്പെഷ്യൽ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരച്ചിരിക്കുന്നത് ബ്രൗണും ബ്ലാക്കും പെയിൻറ് ഉപയോഗിച്ചിട്ടാണ്. പലരും പല കളറുകൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ആളുകളുണ്ട്. നമ്മളിവിടെ ബ്രൗണും ബ്ലാക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്.